റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പം ഞാനൊരു വീഡിയോ കണ്ടപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, മലയാള സിനിമയിൽ ഒരു 250 കോടിയൊക്കെ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു നടൻ ലാലേട്ടനാണെന്നുള്ള രീതിയിൽ. മമ്മൂക്കയെ കൊണ്ട് സാധിക്കത്തില്ല, മറ്റാരെ കൊണ്ട് സാധിക്കത്തില്ല, ലാലേട്ടനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയാനെന്ന് പറഞ്ഞാൽ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ നിന്ന് ഒരു വലിയ മുതൽ മുടക്ക്. അതിനു മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ഭാഗത്ത് നിർമ്മാതാവ് സുരേഷ് കുമാറും മറുഭാഗത്ത് ആന്റണി പെരുമ്പാവൂരും, അതായത് ഇവരുടെ നേതൃത്വത്തിലുള്ള കുറേ ആൾക്കാർ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് എനിക്ക് ബോധ്യമാവുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു തോന്നലെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഹൈപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു വിവാദമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ. കാര്യം എമ്പുരാൻ ഇപ്പം റിലീസിന് ഇനി കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ, ഏറിയാൽ ഒരു 10-40 ദിവസം മാത്രമേ ഉള്ളൂ എമ്പുരാൻ ഇനിയിപ്പോൾ തിയേറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മാക്സിമം അതിൻ്റെ ഒരു ബഡ്ജറ്റും അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു കാര്യവും പറഞ്ഞ് അറിയാത്ത പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തമ്മിലുള്ള ഒരു പോരിന്. കാര്യം സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള. ഇനി നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക്, ശരിക്കും ഒരു 250 കോടിയൊക്കെ മുതൽ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ ഇന്നത്തെ ലാലേട്ടനെ കൊണ്ട് ശേഷിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാര്യം ആ വീഡിയോയിൽ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ലാലേട്ടനെ കൊണ്ട് മാത്രമേ ഉള്ളൂ ഒരു 250 കോടി മുതൽ മുടക്കിൽ ഒരു സിനിമ മലയാളത്തിൽ നിർമ്മിക്കാൻ ഒരു പ്രൊഡ്യൂസർ ആലോചിക്കുന്നെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള ശേഷി ലാലേട്ടനെ നായകനാക്കുന്ന ഒരു സിനിമയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഇപ്പം ഉദാഹരണം, അത്ര 250 കോടി ബഡ്ജറ്റിലൊക്കെ ഒരു സിനിമ ഒരുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അത്രയും വലിയൊരു സിനിമയായിരിക്കണം. അത്രയും വലിയൊരു ബഡ്ജറ്റൊക്കെ ഉപയോഗിച്ചൊരു സിനിമ ഒരുക്കണമെങ്കിൽ അതുപോലൊരു കഥയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത്ര ഒരു ബഡ്ജറ്റിൽ വരൂ. ഇന്നത് മലയാളത്തിൽ ഒരു നായകനെ ആലോചിച്ച് ഒരു പ്രൊഡ്യൂസർ മുന്നോട്ട് വന്നിട്ട് 250 കോടി അല്ലെങ്കിൽ ഒരു 150 കോടിക്കൊക്കെ ഒറ്റയ്ക്കൊരു ഒരാളെ നായകനാക്കിയിട്ടൊരു സിനിമ എടുക്കണം, ഒരു മൾട്ടി സ്റ്റാർ സിനിമയൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചാൽ, എൻ്റെ വ്യക്തമായ ഉത്തരവെന്ന് പറഞ്ഞാൽ അത് ദുൽഖർ സൽമാൻ അല്ലാതെ മലയാളത്തിൽ നിന്ന് മറ്റൊരു നായകനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പം മമ്മൂക്കയോ ലാലേട്ടനോ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു സിനിമയ്ക്കകത്ത് നായകനായെന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ടൊന്നും അന്യഭാഷയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റ് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഇപ്പം നമുക്കറിയാം, മലയാളം വിട്ട് പുറത്തോട്ട് പോകുമ്പം, അല്ലെങ്കിൽ കൂടിപ്പോയാൽ മലയാളം കേരള ബോക്സ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ GCC നിന്നോ മാത്രം ചിലപ്പം കുറച്ച് കളക്ഷൻ തിരിച്ചു പിടിച്ചെന്നിരിക്കും. അത് ഗൾഫ് കൺട്രീസിൽ നിന്ന് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓവർസീസിൽ നിന്ന് കുറച്ച് പൈസ തിരിച്ചു പിടിച്ചെന്നിരിക്കും. പക്ഷേ മറ്റുള്ള ഭാഷകളിൽ ഉൾപ്പെടെയുള്ള വലിയൊരു സ്വീകാര്യത മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ഈ വലിയ മുതൽ മുടക്കിലെടുക്കുമ്പം അത് കിട്ടുമോ എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് സംശയമാണ്. നേരെ മറിച്ച് ദുൽഖർ സൽമാനെ കുറിച്ച് അത്രയും വലിയൊരു ബഡ്ജറ്റിലൊരു സിനിമ ഒരുക്കുമ്പം, അത് ഞാൻ മുമ്പേ പറഞ്ഞ അതിനതൊക്കെയുള്ള കഥയും അതിനതൊക്കെയുള്ള ടെക്നീഷ്യൻസും, അതായത് ഒരു ക്രൂ ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത്, അതുപോലൊരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ വരുന്ന, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയൊക്കെ വരുന്ന സമയത്ത് അത് ഈസി ആയിട്ട് തിരിച്ചു പിടിക്കുന്ന കാര്യം നടക്കും. കാര്യം മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും എല്ലാം അദ്ദേഹം സ്വീകാര്യനാണ്. അതുപോലെ GCC കൺട്രീസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഓവർസീസിൻ്റെ നമ്മുടെ മറ്റുള്ള ഇപ്പോൾ യൂറോപ്പ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അമേരിക്കൻ കോണ്ടിനെൻറ്റ്സ് ഉൾപ്പെടെയുള്ള എവിടെ എടുത്താലും ശരി, അവിടെ എല്ലാം ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞാൽ വളരെ സ്വീകാര്യനായിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞ അത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ ഒരുക്കുമ്പം കാര്യം അതിൻ്റെതൊക്കെയുള്ള രീതിയിലുള്ള ടെക്നീഷ്യൻസും ക്രൂവും എല്ലാം അതിനകത്ത് വന്നു കഴിയുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഒരു സിനിമയല്ല. ഇപ്പം നമ്മളൊരു ചെറിയൊരു എക്സാമ്പിളായിട്ട് എടുക്കുമ്പോഴത്തേക്ക്, ഇപ്പം സിനിമയുടെ രീതി എന്താണെന്നുള്ളത് നമുക്ക് രണ്ടായിട്ട് നോക്കാം. രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സബ്ജക്റ്റ് ആണെങ്കിൽ പോലും, ഇപ്പോൾ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയും അല്ലെങ്കിൽ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയും ഞാൻ കണ്ടിട്ടുള്ള ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഹൈപ്പിൽ വന്നിട്ടുള്ള രണ്ട് സിനിമകളാണ്. പക്ഷേ നമുക്ക് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം രണ്ട് കഥയാണ്, രണ്ട് സാഹചര്യമാണ്, ഇതൊക്കെ നമുക്ക് അറിയാം. പക്ഷേ എന്നാലും വലിയ ഹൈപ്പിൽ വന്നിട്ടുള്ള രണ്ട് സിനിമയുടെയും ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മിക്സഡ് റെസ്പോൺസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, വളരെ മോശമായിട്ടുള്ള അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള രീതിയിലുള്ള വലിയൊരു അറ്റാക്കാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. പലയിടത്തും ഞാനും അതിന് മറുപടി കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എനിക്ക് രണ്ട് സിനിമയും ന്യായീകരിച്ച് എനിക്ക് കമൻറ്റ്സ് പലയിടത്തും ഇടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. പക്ഷെ അങ്ങനെ നമ്മൾ പറയുമ്പം പോലും, ഇപ്പോൾ ദുൽഖറിൻ്റെ ഒരു നല്ല ഹൈപ്പിൽ വന്ന ഒരു 10-35 കോടി അല്ലെങ്കിൽ 40 കോടി മുതൽ മുടക്കിൽ വന്ന കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ഷോയോടുകൂടി ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം കൂടുതൽ വ്യാപിച്ചിട്ട് പോലും ഒരു 40 കോടിയെങ്കിലും അത് തിരിച്ചു പിടിക്കാൻ പറ്റി എന്നുള്ളതാണ്.
സിനിമയാണ്. നേരെ മറിച്ച് അതേ ഹൈപ്പിൽ വന്ന ലാലേട്ടൻ്റെ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫൈനൽ ഗ്രോസ് എന്ന് പറയുന്നത്, അത് വേൾഡ് വൈഡ് ഗ്രോസ് എന്ന് പറഞ്ഞാൽ 28-29 കോടിയിൽ ഒതുങ്ങിയുള്ളത് കാര്യം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഹൈപ്പിൽ വന്ന 2 സിനിമയ്ക്കകത്ത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ സിനിമ ഒരു ഹൈപ്പിൽ വരുന്ന സമയത്ത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നെങ്കിൽ പോലും ആ ഹൈപ്പ് വെച്ച് ഒരു വലിയ രീതിയിലുള്ള പൈസ തിരിച്ചു പിടിക്കാൻ ദുൽഖർ സൽമാൻ്റെ സിനിമയ്ക്ക് കഴിയുമ്പം ഇപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെങ്കിൽ എത്ര ഹൈപ്പിൽ വരുന്ന സിനിമയാണെങ്കിലും അത് മൂക്കും കുത്തി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ബറോസ് പോലുള്ള സിനിമയ്ക്ക് അറിയാം 150 കോടി മുതൽ മുടക്ക് വന്നിട്ട് ഏതാണ്ട് 12 കോടി അല്ലെങ്കിൽ 15 കോടി മാത്രമാണ് അതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചത്. അപ്പം നമ്മളിപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പോൾ മലയാളത്തിൽ നിന്ന് ഒരു 150 കോടി 200 കോടിയോ 250 കോടിയോ ഒക്കെ ഒരു നായകനെ മാത്രം വെച്ചിട്ട് ഒരു പ്രൊഡ്യൂസർ ചിന്തിക്കുമെന്നോ അല്ലെങ്കിൽ മറ്റൊരു നിർമ്മാണ കമ്പനിയും കൂടെ സഹകരിച്ച് മലയാളത്തിലൊരു സിനിമ നാളെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അത്തരത്തിലുണ്ടെങ്കിൽ പോലും, ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് വീണ്ടും ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുക, ഇപ്പം ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള ആരെ നായകനാക്കിയിട്ടും ഒരു മോശം തിരക്കഥ അല്ലെങ്കിൽ മോശം കഥയായിട്ട് വന്ന് അല്ലെങ്കിൽ മോശം ടെക്നീഷ്യൻസ് ആണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ സിനിമ തകരുമെന്നുള്ള കാര്യത്തിന് അത് യാതൊരു സംശയവുമില്ല. പക്ഷേ വലിയ ഹൈപ്പിൽ വരുമ്പം അതുപോലുള്ള ആൾക്കാരാണ്, അതുപോലത്തെ സാങ്കേതിക പ്രവർത്തകരാണ് ആ സിനിമയായിട്ട് സഹകരിക്കുന്നെങ്കിൽ, അതുപോലത്തെ ഡയറക്ടർ, അതുപോലത്തെ സ്ക്രിപ്റ്റ് റൈറ്റർ, അതുപോലത്തെ ഒരു സ്ക്രിപ്റ്റ്, അതുപോലത്തെ മ്യൂസിക് ഡയറക്ടർ, അതുപോലത്തെ ഫൈറ്റ് മാസ്റ്റർ, ഇവരൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ആളുകളൊക്കെയാണ് ആ സിനിമയായിട്ട് സഹകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കാൻ മലയാള സിനിമയിൽ ഇന്ന് കെൽപ്പുള്ള ഒരേ ഒരു നായകൻ ദുൽഖർ സൽമാൻ മാത്രമാണ്. മമ്മൂക്കയായാലും ലാലേട്ടനെ ആയാലും സുരേഷ് ഏട്ടനെ ആയാലും പിന്നീട് പൃഥ്വിരാജിനെ ആയാലും ഫഹദ് ഫാസിലിനെ ആയാലും അവരെ ആരെയും നമുക്ക് അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട. ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ സിനിമയ്ക്ക് തിരിച്ചു പിടിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ ദുൽഖർ മലയാള സിനിമയിൽ അങ്ങനെ കൂടുതലായിട്ടുള്ള സിനിമകൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവും. ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായി, അത്തരത്തിലുള്ള കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നാൽ അത് ദുൽഖർ സൽമാനോളം പോകുന്ന മറ്റൊരു നടൻ മലയാള സിനിമയിലില്ല. താങ്ക് യു.